ശ്രീ കെ ഗണേഷ്, പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രി വിട്ടുനിന്നത് ഏറെ വിവാദമാകുകയാണ്. അദ്ദേഹത്തിന്റെ അതിൽ നിന്നുള്ള ആ വിടുവിക്കൽ അല്ലെങ്കിൽ ആ വിട്ടുനിൽക്കൽ എന്തുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയല്ലേ? ഒരുപക്ഷെ ഭീകരവാദികൾ മതം ചോദിച്ച് ഓരോരുത്തരെയും തോക്കിൻ മുനയിൽ നിർത്തി കൊന്നു വീഴ്ത്തിയപ്പോൾ ഇവിടെ ഒരു മുഖ്യമന്ത്രി ആ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കേരളത്തിന് നൽകുന്നത്? തീർച്ചയായും. കാരണം രാജ്യം തന്നെ നടുങ്ങിയ ഒരു ഭീകരാക്രമണമാണ് കാശ്മീരെ പഹൽഗാമിൽ നടന്നത്. രാജ്യത്ത് ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടന്ന് അതിൽ മലയാളിയായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിന്റെ മതം ചോദിച്ചുകൊണ്ടാണ് ഭീകരന്മാർ അതിക്രൂരമായിട്ട് തങ്ങളുടെ കുടുംബത്തിന്റെ മുന്നിൽ വെച്ച് അതിക്രൂരമായി കൊന്ന ഒരു ബലിദാനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ആ ബലിദാനിയോട് കാണിക്കുന്ന ഒരു അനാദരവായിട്ട് തന്നെ വേണം അത് കാണണം എന്നതാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മതം ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ആ മതം ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക, അതൊരു വലിയ തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനം, ഒരു ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള രൂപം തന്നെയാണ് കാശ്മീരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് അങ്ങനൊരു കൊല നടന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രി എന്ത് പ്രധാനപ്പെട്ട പരിപാടിയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് എന്നതാണ്. കാരണം പ്രധാനപ്പെട്ട രണ്ട് ഗവർണർമാർ ഈ സംസ്ഥാനത്തെയും ഗോവയിലെ ഗവർണർമാർ ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഹെലികോപ്റ്ററിൽ അതിവേഗത്തിൽ പോയി ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാമായിരുന്നു. എന്നിട്ട് പോലും പങ്കെടുക്കാതെ അദ്ദേഹം എന്ത് പ്രവർത്തനമാണ് തിരുവനന്തപുരത്ത്, എന്ത് അത്യാവശ്യ പ്രവർത്തനമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഹരിയാനയിൽ നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഹരിയാനയിൽ ട്രെയിനിൽ നടന്ന ഒരു സീറ്റിനെ ചൊല്ലി ട്രെയിനിൽ നടന്ന കൊലപാതകത്തിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാൾ മരണപ്പെട്ടു, കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ കേരളം മുഴുവൻ അതിന്റെ പ്രചരണം ഏറ്റെടുക്കുകയും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുകയും അത് കൊടുക്കുവാൻ പോവുകയും ചെയ്ത ഒരു പാർട്ടി നേതാക്കന്മാർ ആ പാർട്ടി ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു അനാദരവ് കാണിച്ചത് എന്നത് ഏറ്റവും ഈ കേരളത്തിലെ ദേശീയ ബോധമുള്ള ഒരു സമൂഹത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നത് തന്നെയാണ്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് ഇത്ര പ്രശ്നം? കാരണം നമുക്കറിയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവിടുത്തെ മന്ത്രിമാർ രാഷ്ട്രീയം നോക്കാതെ, പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലത്ത് പോലും അവിടുത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അത്തരം ചടങ്ങുകളിൽ പങ്കെടുത്ത സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പങ്കെടുത്തില്ല? കാരണം അത് മതം ചോദിച്ചുകൊണ്ട്, ഹിന്ദു ആയതുകൊണ്ട് കൊല ചെയ്യപ്പെട്ട ആളായതുകൊണ്ടാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാരണം അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്ത് പരിപാടിയായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, അതിലും വലിയ അർജന്റ് ആയിട്ടുള്ള എന്ത് പരിപാടിയാണ് ഉണ്ടായിരുന്നത് എന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ഗണേഷ്, ഒരു കാര്യം കൂടി നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം മുഴുവൻ ഒരേ മനസ്സോടെയാണ് ഈ കാര്യത്തിനെതിരെ പ്രതികരിച്ചത്. അവിടെ എല്ലാവരും, കശ്മീർ ജനത പോലും ഈ ഭീകരവാദികളെ തള്ളിപ്പറയുന്ന സാഹചര്യം, പാകിസ്ഥാൻ കൊടി കത്തിക്കുകയും പാകിസ്ഥാന് മുർദാബാദ് വിളിക്കുകയും ചെയ്തു. അവരെല്ലാം എല്ലാ സഹകരണവും സഹായവും കേന്ദ്ര സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയും ചെയ്ത നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം ഒരു രാജ്യസ്നേഹം തിളച്ചുമറിയുന്ന സാഹചര്യത്തിലേക്ക് എല്ലാ പൗരന്മാരും എത്തി നിൽക്കുമ്പോൾ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള പദം നൽകുമ്പോൾ അവിടെ പിന്നെ രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല. ആ മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലൊരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബലിദാനിയോട് ഈ അവഗണന കാണിച്ചത് എന്നുള്ളതാണ്. ഞാൻ ഈ അവസാന നിമിഷം വരെ മനസ്സിലാക്കുന്നത് ഇതിനൊരു ഔദ്യോഗികമായ ഒരു വിശദീകരണം പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നത്. ഇത് ആർക്കുള്ള സന്ദേശമാണ്, എന്തിനുള്ള സന്ദേശമാണ്? രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായി ഈ ബലിദാനികളുടെ കൂടെ നിൽക്കുമ്പോൾ ഇതിന് തിരിച്ചടി വേണം എന്നൊറ്റ ശ്വാസത്തിൽ എല്ലാവരും പറയുമ്പോൾ ഒരു സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതിരിക്കാൻ തക്ക വിമുഖത ആരെ പ്രീണിപ്പിക്കാനാണ് മുഖ്യമന്ത്രി കാട്ടുന്നത്? ശ്രീ ഗണേഷ്.
പ്രവർത്തനത്തിന്, ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു സർക്കാരായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ മാറിയിട്ടുണ്ട്. കാരണം അത്തരം ഇസ്ലാമിസ്റ്റുകളെ പ്രീണനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്നത് യാതൊരുവിധ സംശയവുമില്ല. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ അതിലും വലിയ അർജന്റ് ആയിട്ടുള്ള പരിപാടി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. അങ്ങനെ വ്യക്തമാക്കിയിട്ടുമില്ല. മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേഗത്തിൽ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തുണ്ട്. ആ ഹെലികോപ്റ്ററിൽ അതിവേഗത്തിൽ വരാമായിരുന്നു. പക്ഷെ വന്ന സാഹചര്യം കാണുന്നില്ല. കാരണം ഒരു ഗവർണർ ഈ പരിപാടി ചടങ്ങിൽ പങ്കെടുക്കാനെത്തി, ഗോവയിൽ നിന്നുള്ള ഗവർണർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് സാധിക്കാത്തത്? അതിന് യാതൊരുവിധ സംശയവുമില്ല. ഇത്തരം ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നത് യാതൊരുവിധ സംശയവുമില്ല. കാരണം നമുക്കറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ പലപ്പോഴും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് ഒരു മതം ചോദിച്ചുകൊണ്ട്, കലിമ ചെല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ആളുകളെ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ക്രൂരമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ചിട്ട് കൊല ചെയ്യുന്ന സാഹചര്യം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു കൊല ചെയ്ത ഒരു വ്യക്തിയെ, അങ്ങനെ ഒരു ബലിദാനം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ ആ കുടുംബത്തിന്റെ കൂടെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് പങ്കെടുത്തിട്ടില്ല എങ്കിൽ യാതൊരുവിധ സംശയവുമില്ല ഇസ്ലാമിസ്റ്റുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതെ, വളരെ നന്ദി ശ്രീ കെ ഗണേഷ് പ്രതികരിച്ചതിന്.